ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 53-ാം അധ്യായം സൂറത്തുൻ നജ്മാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 28 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 29 മുതൽ 31 വരെയുള്ള ആയത്തുകൾ നമുക്ക് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഅരിദ് അമ്മാ തവല്ല അൻ സിക്രിനാ വലം യുരിദ് ഇല്ലൽ ഹയാത്തദ് ദുനിയാ ദാലിക മബ്ലഗുഹും മിനൽ ഇൽം ഇന്ന റബ്ബക ഹുവ അഅലമു ബിമാ ضل അൻ സബീലിഹി വഹുവ അഅലമു ബിമൻ ഇഹ്തദാ വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ലിയജ്സിയല്ലസീന അസാഉ ബിമാ അമിലു വയജ്സിയല്ലസീന അഹ്സനു ബിൽ ഹുസ്നാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അവർ പലതിനെയും ആരാധിക്കുന്നുണ്ട്. അവർ ആരാധിക്കുന്നവർക്ക് അവർ പല പേരുകളും നൽകിയിട്ടുണ്ട്, ഊഹിച്ചുകൊണ്ട്. അതിൻ്റെ പിന്നിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല. മലക്കുകളെ അവർ അള്ളാഹുവിൻ്റെ പെൺമക്കളായിട്ട് സങ്കല്പിക്കുന്നു. അതും ഊഹത്തിൻ്റെ പിന്നിലാണ്, അല്ലാതെ അതിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല. ശേഷം അള്ളാഹു പറയുകയാണ്, ഫഅരിദ് അൻ മൻ തവല്ല അൻ സിക്രിന. ഫഅരിദ്, ഫ എന്നാൽ, അല്ലെങ്കിൽ ആകയാൽ, അപ്പോൾ. അരിദ്, അറദ എന്ന് പറഞ്ഞാൽ വിട്ടുകളഞ്ഞു, അല്ലെങ്കിൽ മാറിക്കളഞ്ഞു, അല്ലെങ്കിൽ അവഗണിച്ചു എന്നൊക്കെയാണ്. അതിൻ്റെ കൽപ്പനക്രിയയാണ് അരിദ്. താങ്കൾ അവഗണിക്കുക, താങ്കൾ വിട്ടുകളയുക, വിട്ടുമാറുക, താങ്കൾ ഒഴിഞ്ഞു കളയുക. അൻ മൻ തവല്ല. തവല്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞുപോയി, പിന്തിരിഞ്ഞു എന്നൊക്കെയാണ്. അതിനു മുമ്പിൽ മൻ വരുമ്പോൾ അങ്ങനെയുള്ളവൻ എന്നുള്ള അർത്ഥം കിട്ടും. മൻ തവല്ല, തിരിഞ്ഞു പോയവൻ, പിന്തിരിഞ്ഞവൻ. അൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. അതിനെക്കുറിച്ച്, അതിനെ സംബന്ധിച്ച് എന്നുള്ള രൂപത്തിലൊക്കെയാണ് പൊതുവേ നമ്മൾ പറയാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് എന്നുള്ള അർത്ഥം വേണമെങ്കിലും കൊടുക്കാം. അൻ മൻ തവല്ല, പിന്തിരിഞ്ഞവനിൽ നിന്ന്, തിരിഞ്ഞു പോയവരിൽ നിന്ന്. അപ്പോൾ ഫഅരിദ് അൻ മൻ തവല്ല, തിരിഞ്ഞു പോയവരിൽ നിന്ന് താങ്കൾ വിട്ടുമാറിക്കളയുക, അല്ലെങ്കിൽ തിരിഞ്ഞു പോയവരെ താങ്കൾ അവഗണിക്കുക. അൻ സിക്രിന, എന്തിൽ നിന്നാണ് തിരിഞ്ഞു പോയത്, എന്തിൽ നിന്നാണ് പിന്തിരിഞ്ഞത്? അൻ സിക്രിന. സിക്ർ എന്ന് പറഞ്ഞാൽ സ്മരണ, ഉപദേശം, പല അർത്ഥങ്ങളുണ്ട്. ഖുർആൻ എന്ന അർത്ഥത്തിലും സിക്റിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സിക്രിന, നമ്മുടെ ഉപദേശത്തെ, അല്ലെങ്കിൽ നമ്മുടെ സ്മരണ, നമ്മുടെ ഖുർആൻ. അൻ എന്ന് പറയുമ്പോൾ ഇവിടെയും അതിന് നമുക്ക് അതിൽ നിന്നുള്ള അർത്ഥം കൊടുക്കാം. അൻ സിക്രിന, നമ്മുടെ സ്മരണയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഉപദേശത്തിൽ നിന്ന്. വലം യുരിദ്, അറാദ ഉദ്ദേശിച്ചു, യുരീദു ഉദ്ദേശിക്കും, ഉദ്ദേശിക്കുന്നു. അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ ലം യുരിദ് എന്നാവും. യുരീദു എന്നുള്ളത് യുരിദ് എന്നാവും അതിൻ്റെ മുമ്പിൽ ലം വരുമ്പോൾ. അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല. വാവ് അത്ഫിൻ്റെ വാവാണ്. വലം യുരിദ്, ഉദ്ദേശിച്ചിട്ടുമില്ല. ഇല്ലൽ ഹയാത്തദ് ദുനിയ, ഇല്ല അല്ലാതെ, അല്ലെങ്കിൽ ഒഴികെ. അൽ ഹയാത്ത, ജീവിതം. അദ്ദുനിയ, ഇഹലോകത്തെ, അല്ലെങ്കിൽ ഐഹിക. ഇല്ലൽ ഹയാത്ത ദുനിയ, ഐഹിക ജീവിതമല്ലാതെ, ഇഹലോകത്തുള്ള ജീവിതമല്ലാതെ. ഒന്നിച്ചുള്ള ആയത്തിൻ്റെ അർത്ഥം ഫഅരിദ് അൻ മൻ തവല്ല അൻ സിക്രിന വലം യുരിദ് ഇല്ലൽ ഹയാത്ത ദുനിയ. ഐഹിക ജീവിതമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാത്ത, നമ്മുടെ സ്മരണയിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്ത അത്തരം ആളുകളെ താങ്കൾ അവഗണിക്കുക, അത്തരം ആളുകളിൽ നിന്ന് താങ്കൾ വിട്ടുനിൽക്കുക. അടുത്ത ആയത്ത്, ദാലിക മബ്ലഗുഹും മിനൽ ഇൽം. ദാലിക, അത്. മബ്ലഗുഹും, മബ്ലഗ് എന്ന് പറഞ്ഞാൽ ആകത്തുക, എത്തിച്ചേരൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മബ്ലഗുഹും, അവരുടെ ആകത്തുക, അവരുടെ എത്തിച്ചേരൽ, അവരുടെ നേട്ടം. മിനൽ ഇൽമി, അറിവിൽ നിന്നുള്ള. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, ഇൽമ് അറിവ്. മിനൽ ഇൽമി, അറിവിൽ നിന്നുള്ള. അപ്പോൾ ദാലിക മബ്ലഗുഹും മിനൽ ഇൽമ് ഒന്നിച്ച് പറയുമ്പോൾ അവരുടെ അറിവിൽ നിന്നുള്ള ആകത്തുക അതാണ്. അല്ലെങ്കിൽ
അവർ അറിവിൽ നിന്ന് ആകെ നേടിയെടുത്തത് അതാണ്. ഇന്ന റബ്ബക്ക, ഇന്ന നിശ്ചയമായും, റബ്ബക്ക താങ്കളുടെ നാഥൻ, റബ്ബ് നാഥൻ രക്ഷിതാവ്, റബ്ബക്ക ക എന്ന് പറഞ്ഞാൽ താങ്കളുടെ രക്ഷിതാവ്, റബ്ബക്ക താങ്കളുടെ രക്ഷിതാവ്, ഹുവ അവനാകുന്നു അല്ലെങ്കിൽ അവനാണ്, അലമു ഏറ്റവും നന്നായി അറിയുന്നവൻ, ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ, അലിമ അറിഞ്ഞു, ആലിം അറിവുള്ളവൻ, അലം ഏറ്റവും നന്നായി അറിവുള്ളവൻ, ഹുവ ആലമു അവനാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളവൻ, ബിമൻ ദ്വല്ല, ദ്വല്ല എന്ന് പറഞ്ഞാൽ വഴി പിഴച്ചു അല്ലെങ്കിൽ വഴിതെറ്റി, അതിൻ്റെ മുമ്പിൽ മൻ വരുമ്പോൾ അങ്ങനെയുള്ളവൻ, മൻ ദ്വല്ല വഴി തെറ്റിയവൻ അല്ലെങ്കിൽ വഴി തെറ്റിയവർ, മൻ എന്നുള്ളത് ഏകവചനായിട്ടും ബഹുവചനായിട്ടും അർത്ഥം പറയാം. അപ്പോൾ വഴി തെറ്റിയവൻ അല്ലെങ്കിൽ വഴി തെറ്റിയവർ, ബി എന്ന് പറഞ്ഞാൽ പറ്റി, അതിനെപ്പറ്റി, ബിമൻ ദ്വല്ല വഴി തെറ്റിയവരെ പറ്റി, വഴി പിഴച്ചവരെ പറ്റി, അൻ സെബീലിഹി സെബീൽ മാർഗം വഴി, സെബീലുഹു സെബീലിഹി എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ മാർഗം, അവസാനത്തെ ഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ, അപ്പോൾ സെബീലിഹി അവൻ്റെ മാർഗം, അതിൻ്റെ മുമ്പിൽ അൻ വരുമ്പോൾ അതിൽ നിന്ന് നേരത്തേക്ക് നമ്മൾ കൊടുത്ത അതേ അർത്ഥം കൊടുക്കാം, അൻ സെബീലിഹി അവൻ്റെ മാർഗം വിട്ട്, അവൻ്റെ മാർഗത്തിൽ നിന്ന്. അപ്പോൾ ഹുവ ആലമു ബിമൻ ദ്വല്ല അൻ സെബീലിഹി ഒന്നിച്ച് പറയുമ്പോൾ അവൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിയവരെ അവൻ നന്നായി അറിയും, അവന് നന്നായിട്ടറിയാം. വഹുവ അലമു ബിമനിഹ്തദ, വാവ് അത്തിഫിൻ്റെ വാവാണ്. അതുമാത്രമല്ല ഇനി പറയുന്നതും, ഹുവ അവൻ, അലമു ഏറ്റവും നന്നായി അറിയുന്നവനാണ്, ഏറ്റവും കൂടുതൽ അറിവുള്ളവനാണ്, ബിമനിഹ്തദ ഇഹ്തദ എന്ന് പറഞ്ഞാൽ നേർമാർഗം പ്രാപിച്ചു, നേരത്തെ ആ ദല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിപരീതം, ഇഹ്തദ നേർമാർഗം പ്രാപിച്ചു, അതിനു മുമ്പിൽ മൻ വരുമ്പോൾ മൻ ഇഹ്തദ നേർമാർഗം പ്രാപിച്ചവൻ അല്ലെങ്കിൽ നേർമാർഗം പ്രാപിച്ചവർ, അതിൻ്റെ മുമ്പിൽ ബി വരുമ്പോൾ അവരെ പറ്റി, ബിമനിഹ്തദ നേർമാർഗം പ്രാപിച്ചവരെ പറ്റി. അപ്പോൾ വഹുവ ആലമു ബിമനിഹ്തദ നേർമാർഗം പ്രാപിച്ചവരെ പറ്റിയും അവൻ നന്നായി അറിയുന്നവനാണ്. ഒന്നിച്ച് ഈ ആയത്തിൻ്റെ അർത്ഥം, ദാലിക മബ്ലഗുഹും മിനൽ ഇൽമ് ഇന്ന റബ്ബക ഹുവ ആലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ ആലമു ബിമനിഹ്തദ, അവരുടെ അറിവിൽ നിന്നുള്ള ആകത്തുക അതാണ്. നിശ്ചയമായും താങ്കളുടെ രക്ഷിതാവ് വഴിതെറ്റിയവരെ പറ്റി ഏറ്റവും നന്നായി അറിവുള്ളവനാണ്, അത് മാത്രമല്ല നേർമാർഗം പ്രാപിച്ചവരെ പറ്റിയും ഏറ്റവും നന്നായി അറിവുള്ളവനാണ്. അടുത്ത ആയത്ത്, വലില്ലാഹി മാഫിസ് സമാവാത്തി വമാഫിൽ അർദ്. വലില്ലാഹി വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ട, ഒരേ വിഷയം പറഞ്ഞു പോരുന്ന കൂട്ടത്തിൽ ഒരു പുതിയ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലില്ലാഹി അള്ളാഹുവിനുണ്ട്, അള്ളാഹു എന്നുള്ളതിന് മുമ്പിൽ ലീ ചേർക്കുമ്പോൾ ലില്ലാഹി അള്ളാഹുവിനുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിനാകുന്നു. മാഫിസ് സമാവാത്തി, സമാവാത്ത്, സമാ ഉൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് സമാവാത്ത്, സമാ ആകാശം, സമാവാത്ത് ആകാശങ്ങൾ. അതിനു മുമ്പിൽ ഫി വരുമ്പോൾ ഫി എന്നുള്ളതിന് ഇൽ എന്നുള്ള അർത്ഥം കൊടുക്കാം, അതിൽ ഉള്ള എന്നുള്ള അർത്ഥം കൊടുക്കാം. ഫിസ് സമാവാത്തി ആകാശങ്ങളിലുള്ള, അതിനു മുമ്പിൽ മാ എന്നുണ്ട്, മാ എന്നുള്ളത് അത് എന്നുള്ള അർത്ഥത്തിൽ. മാ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്, ചോദ്യം ചോദിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് എന്നുള്ള അർത്ഥത്തിലൊക്കെ മാ വരാറുണ്ടല്ലോ, അതേപോലെ അങ്ങനെ അല്ല എന്ന് പറയാനൊക്കെ വരാറുണ്ട്. ഇവിടെ അത് എന്നുള്ള അർത്ഥം. മാ ഫിസ് സമാവാത്തി ആകാശങ്ങളിൽ ഉള്ളത് അല്ലെങ്കിൽ ഉള്ളവ, ഫി എന്ന് പറഞ്ഞാൽ ഇൽ ഉള്ള, സമാവാത്ത് ആകാശങ്ങൾ, മാ എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ അവ. മാ ഫിസ് സമാവാത്തി ആകാശങ്ങളിൽ ഉള്ളത് അല്ലെങ്കിൽ ആകാശങ്ങളിൽ ഉള്ളവ. വമാ ഫിൽ അർദ്, അർദ് ഭൂമി, ഫിൽ അർദി ഭൂമിയിലുള്ള, മാ ഫിൽ അർദി ഭൂമിയിലുള്ളവ, അതിനു മുമ്പിൽ വാണ്ട് എന്നർത്ഥത്തിൽ, വമാഫിൽ അർദി ഭൂമിയിലുള്ളവയും. അപ്പോൾ വലില്ലാഹി മാഫി സമാവാത്തി വമാഫിൽ അർദ് ആകാശങ്ങളിലുള്ളവയും ഭൂമിയിലുള്ളവയും എല്ലാം അള്ളാഹുവിനുള്ളതാകുന്നു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റേതാകുന്നു. ലി യജ്സിയ ലസീന അസാഉ, ലി യജ്സിയ, ജസ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകി എന്നാണ്, അതിൻ്റെ മുളാരി യജ്സി എന്നാണ്. ജസ എന്ന് പറയുമ്പോൾ മാളിയായ രൂപമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാല ക്രിയയാണ്. യജ്സി എന്ന് പറയുമ്പോൾ അത് മുളാരിയാണ്, പ്രതിഫലം നൽകും, പ്രതിഫലം നൽകുന്നു എന്ന രണ്ടർത്ഥങ്ങളും അതിന് പറ്റും. അതിൻ്റെ മുമ്പിൽ ലീ വരുമ്പോൾ ലി യജ്സിയ എന്നാവും, ലി യജ്സി എന്നല്ല, ലി യജ്സിയ എന്നാവും. കാരണം ലീക്ക് ശേഷം ലീൻ്റെ കൂടെ ഒരു അൻ മറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുക. ലി അൻ യജ്സിയ എന്നാണ് ശരിക്ക് മനസ്സിലാക്കേണ്ടത്. ലി യജ്സിയ, അപ്പോൾ അർത്ഥം കൊടുക്കുമ്പോൾ പ്രതിഫലം നൽകാൻ വേണ്ടി, ലീ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിന് വേണ്ടി, അതിൻ്റെ കൂടെ ഒരു അൻ കൂടെ വരുമ്പോൾ അതിന് അങ്ങനെ ആവാൻ വേണ്ടി. അപ്പോൾ ലി അൻ യജ്സിയ പ്രതിഫലം നൽകുവാൻ വേണ്ടി, അങ്ങനെയാണ് അർത്ഥം കൊടുക്കേണ്ടത്. അവിടെ എഴുതിയത് ലി യജ്സിയ എന്നേ ഉണ്ടാവുള്ളൂ, അൻ മറഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കുക. ലി യജ്സിയ അവൻ പ്രതിഫലം നൽകാൻ വേണ്ടി, ആർക്ക്?
അല്ലസീന അസാ ഉ, അസാ എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്തു എന്നാണ്. അസാ ഉ, അവർ തിന്മ ചെയ്തു. അതിൻ്റെ മുമ്പിൽ അല്ലസീന ചേർക്കുമ്പോൾ അങ്ങനെ ഉള്ളവർ എന്നുള്ള അർത്ഥം കിട്ടും. അല്ലസീന അസാ ഉ, തിന്മ ചെയ്തവർ. അപ്പോൾ ലി യജ്സിയ ലസീന അസാ ഉ, തിന്മ ചെയ്തവർക്ക് പ്രതിഫലം നൽകുവാൻ വേണ്ടി. ബിമാ അമിലു, അമില പ്രവർത്തിച്ചു, അമിലു അവർ പ്രവർത്തിച്ചു, മാ അമിലു അവർ പ്രവർത്തിച്ചത്. അതിൻ്റെ മുമ്പിൽ ബി ഉണ്ട്. ബി എന്നുള്ളതിന് ന് എന്നുള്ള അർത്ഥം കൊടുക്കാം. ബി മാ അമിലു അവർ പ്രവർത്തിച്ചതിന്. വ യജ്സിയ, അവിടെ വ യജ്സിയ എന്നാണ്. ശരിക്കും അവിടെ ആ തുടക്കത്തിലുള്ള അതേ പദപ്രയോഗം തന്നെയാണ്. വ ലി യജ്സിയ, ആ ലി അവിടെ ആവർത്തിച്ചിട്ടില്ല എന്ന് മാത്രം. ആ അത്തിഫിൻ്റെ വാവ്, അവിടെ അത്തിഫിൻ്റെ വാവാണ്. ആ അത്തിഫിൻ്റെ വാവ് അവിടെ വന്നതോടുകൂടി തുടക്കത്തിലുള്ള അതേ പദം ഇവിടെയും ഉണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള ആ ലി ഇങ്ങോട്ടും ബാധകമാണ്. വ ലി യജ്സിയ എന്നുള്ള രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിഫലം നൽകുവാനും. ആർക്ക്? അല്ലസീന അഹ്സനു, അഹ്സന നന്മ ചെയ്തു, അഹ്സനു അവർ നന്മ ചെയ്തു, അല്ലസീന അഹ്സനു നന്മ ചെയ്തവർക്ക്. അപ്പോൾ വ യജ്സിയല്ലസീന അഹ്സനു, നന്മ ചെയ്തവർക്ക് പ്രതിഫലം നൽകുവാനും. ബിൽ ഹുസ്ന, ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്, ബി എന്ന് പറഞ്ഞാൽ അതിന്, ബിൽ ഹുസ്ന ഏറ്റവും നല്ലതിനെ, അതായത് സ്വർഗമാണ് ഉദ്ദേശിക്കുന്നത്, സ്വർഗാനുഗ്രഹങ്ങളെ. ബിൽ ഹുസ്ന ഏറ്റവും നല്ലതിനെ, സ്വർഗീയ അനുഗ്രഹങ്ങളെ. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം വലില്ലാഹി മാഫി സമാവാത്തി വമാഫിൽ അർലി ലി യജ്സിയൽ ലസീന അസാഉ ബിമാ അമിലു വ യജ്സിയൽ ലസീന അഹ്സനു ബിൽ ഹുസ്ന. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാകുന്നു, അല്ലെങ്കിൽ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അള്ളാഹുവിൻ്റേതാകുന്നു. തിന്മ ചെയ്തവർക്ക് അവർ പ്രവർത്തിച്ചതനുസരിച്ച് പ്രതിഫലം നൽകുവാനും നന്മ ചെയ്തവർക്ക് ഏറ്റവും നല്ലതിനെ പ്രതിഫലം നൽകുവാനും വേണ്ടി. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. തൊട്ട് മുമ്പത്തെ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കി അവിശ്വാസികളുടെ ഒരു അവസ്ഥ. അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഊഹത്തിൻ്റെ പിന്നാലെയാണ് പോയിരുന്നത്. ഊഹിച്ചുകൊണ്ട് ഓരോന്ന് അവർ സങ്കല്പിക്കുക, അവരോരോന്നിനെ ആരാധിക്കുക. അതിൻ്റെ ഒന്നും പിന്നിൽ യാതൊരു യാഥാർത്ഥ്യമല്ല, ഊഹിക്കുകയാണ്. അത് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ വെറും ഊഹം മാത്രം, ഒരു തെളിവുമില്ല. അതിൻ്റെ പിന്നാലെയാണ് അവർ പോയിരുന്നത്. എന്നിട്ട് ആ അത്തരം ആളുകളെക്കുറിച്ച് അള്ളാഹു പറയാണ്, ഫഅരിദ് അൻ മൻ തവല്ല അൻ സിക്രിന വലം യുരിദ് ഇല്ലൽ ഹയാത്ത ദുനിയ. ഈ ഒരു ഐഹിക ലോകം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന അത്തരക്കാരുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ ഉപദേശങ്ങളെ വിട്ട് പിന്തിരിഞ്ഞു പോകുന്ന അത്തരക്കാരുണ്ടല്ലോ, അവരെ വിട്ടേക്ക് നബിയെ, അവരുടെ കാര്യം വിട്ടേക്ക്, അവരെ അവഗണിച്ചേക്ക്. അവർ എന്താണ് അങ്ങനെയെന്ന് വിചാരിച്ച് കൂടുതൽ അവരുടെ പിന്നാലെ പോകണ്ട, അല്ലെങ്കിൽ അവരെ ആ തരത്തിൽ അവരങ്ങനെയാണല്ലോ പ്രവർത്തിക്കുന്നത് വിചാരിച്ച് മനസ്സ് വിഷമിക്കണ്ട. അവരങ്ങനെ ജീവിച്ചോട്ടെ. കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടും ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവരിതൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. നമ്മുടെ ഉപദേശം വിട്ട് പിന്തിരിഞ്ഞു പോകുന്നവരാണ് അവർ. തവല്ല അൻ സിക്രിന, നമ്മുടെ ഉപദേശം വിട്ട് പിന്തിരിഞ്ഞു പോകുന്നവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് നൽകുന്ന സമയത്ത് അത് കേൾക്കാൻ കൂട്ടാക്കാതെ പിന്തിരിഞ്ഞു പോകുന്നവർ. അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, സിക്ർ എന്നുള്ളതിന് പരിശുദ്ധ ഖുർആൻ എന്നുള്ള അർത്ഥമുണ്ട്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ പരിശുദ്ധ ഖുർആനെ വിട്ട് പിന്തിരിഞ്ഞു പോകുന്നവർ. ഈ ഒരു യഥാർത്ഥ വിശ്വാസം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ യഥാർത്ഥ വിശ്വാസം കേൾക്കാൻ നിൽക്കാതെ പിന്തിരിഞ്ഞു പോകുന്നവർ, അത് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായിട്ടും അതിലേക്ക് വരാൻ താല്പര്യം കാണിക്കാത്ത അത്തരം കൂട്ടർ, അത്തരം ആളുകൾ, അവരെ അവഗണിച്ചേക്കുക, അവരുടെ പിന്നാലെ പോണ്ട, അവരെ വിട്ടുകളഞ്ഞേക്കുക, അവരെങ്ങനെയോ ജീവിച്ചോട്ടെ. വലം യുരിദ് ഇല്ലൽ ഹയാത്ത ദുനിയ. അവരുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? അത്തരം ആളുകളുടെ ഐഹിക ലോകമല്ലാതെ മറ്റൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് പരലോകത്തെക്കുറിച്ചൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അവർ പരലോകത്തെയൊന്നും അങ്ങനെ ഭയപ്പെടുന്നില്ല. അവർക്ക് ഈ ഐഹിക ലോകമാണ് അവരുടെ ഏക ലക്ഷ്യം. ഐഹിക ലോകത്ത് നല്ല പേര് വരണം, പ്രശസ്തി വേണം, ഐഹിക ലോകത്ത് സുഖിച്ച് ജീവിക്കണം. ഈ ലോകത്ത് മറ്റുള്ള ആളുകളുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ എന്താണ് പറയുക, അങ്ങനെയൊക്കെയല്ല. അവരുടെ നേതാക്കന്മാർക്ക് പലർക്കും അതായിരുന്നു പ്രശ്നം. അണികളൊക്കെ പോവില്ലേ എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഏതായാലും അത്തരം ഐഹിക ലോകം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന, ഊഹത്തിൻ്റെ പിന്നാലെ പോകുന്ന ഈ ആളുകളെ അവരെ വിട്ടേക്കുക, അവരെ അവഗണിച്ചേക്കുക. ദാലിക മബ്ലഗുഹും മിനൽ ഇൽമ്. അവരുടെ അറിവിൻ്റെ ആകത്തുകയാണത്. അവരുടെ അറിവിൻ്റെ നേട്ടം, അല്ലെങ്കിൽ അവരാകെ നേടിയെടുത്തത് അതാണ്. അവർ എത്തിച്ചേർന്നത് അതിലേക്കാണ്. ഈ ഒരു ഐഹിക ലോകത്തെക്കുറിച്ചുള്ള അറിവാണ് അവരുടെ അറിവിൻ്റെ ആകത്തുക.
പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അതിലേക്ക് ലക്ഷ്യം വെക്കുവാനൊന്നും അവർ മെനക്കെടുന്നില്ല. അവരുടെ അറിവിൻ്റെ ആകത്തുക ഈ ഒരു ഭൗതിക ലോകത്തുള്ള സുഖങ്ങളെക്കുറിച്ചുള്ള അറിവാണ് അവരുടെ അറിവിൻ്റെ ആകത്തുക. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിമൻ ഇഹ്തദാ. വഴിതെറ്റിയവരെ പറ്റി അള്ളാഹുവിന് നന്നായിട്ടറിയാം, താങ്കളുടെ രക്ഷിതാവിന് നന്നായിട്ടറിയാം. അതുപോലെ തന്നെ നേർമാർഗം പ്രാപിച്ചവരെ പറ്റിയും താങ്കളുടെ രക്ഷിതാവിന് നന്നായിട്ടറിയാം. ഏറ്റവും നന്നായിട്ട്, ഏറ്റവും കൂടുതൽ അവനാണ് അറിയുക അവരെപ്പറ്റി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ വഴിതെറ്റിപ്പോയത്? എന്താണ് അവരുടെ മനസ്സിലെ ഉദ്ദേശം? അവർക്ക് കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണോ, അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളാണോ? ഇതൊക്കെ കൃത്യമായിട്ട് അള്ളാഹുവിന് നന്നായിട്ടറിയാം, ഏറ്റവും കൂടുതലായിട്ട് അള്ളാഹുവിന് അറിയാം. മാത്രമല്ല, ഈ മതം സ്വീകരിക്കുന്ന, താങ്കൾ ഈ പറയുന്ന ഉപദേശങ്ങളും താങ്കൾ ഈ പറയുന്ന നിർദ്ദേശങ്ങളും ഒക്കെ കേട്ട് അതിൽ വിശ്വസിക്കുന്ന ആളുകളെക്കുറിച്ചും അള്ളാഹുവിന് നന്നായിട്ടറിയാം. ഈ രണ്ട് കൂട്ടരെക്കുറിച്ചും അള്ളാഹുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഈ ഒരു ഭൗതിക ലോകം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന അത്തരം ആളുകളെ, എന്തു പറഞ്ഞാലും സ്വീകരിക്കാൻ കൂട്ടാക്കാതെ താങ്കളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ആളുകളെ അവരെ വിട്ടേക്കുക. എന്നിട്ട് അള്ളാഹു പറയാണ്, വലില്ലാഹി മാഫി സമാവാത്തി വ മാഫിൽ അർദ്. ആകാശങ്ങളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണ്, ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണ്. ലി യജ്സിയൽ ലദീന അസാഉ ബിമാ അമിലു. തെറ്റ് ചെയ്തവർക്ക് അവർ ചെയ്ത തെറ്റിനനുസരിച്ച് ശിക്ഷ നൽകുവാനും പ്രതിഫലം നൽകുവാനും, വ യജ്സിയൽ ലദീന അഹ്സനു ബിൽ ഹുസ്ന. നന്മ പ്രവർത്തിച്ച, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾക്ക് ഏറ്റവും നല്ലതിനെ സമ്മാനമായി നൽകുവാനും പ്രതിഫലം നൽകുവാനും. അതായത് ഈ ഭൂലോകത്തുള്ള അല്ലെങ്കിൽ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിനെയൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. മാത്രമല്ല അതിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും അള്ളാഹുവാണ്. മറ്റൊരാളുമല്ല അതൊന്നും സൃഷ്ടിച്ചത്, അതൊക്കെ അള്ളാഹുവിൻ്റേതാണ്, അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ആരാണോ സൃഷ്ടാവ് അവൻ്റേതാണല്ലോ അതൊക്കെ. മാത്രമല്ല അതിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതും അള്ളാഹുവാണ്. അപ്പോൾ ഈ ആകാശങ്ങളും ഭൂമിയും ഒക്കെ അള്ളാഹുവിൻ്റേതാണെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ആളുകൾ എന്തൊക്കെ ചെയ്താലും അതിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മയ്ക്ക് പ്രതിഫലം നൽകാനും, തിന്മയുണ്ടെങ്കിൽ ആ തിന്മയ്ക്കനുസരിച്ചുള്ള ശിക്ഷ നൽകാനും അള്ളാഹുവിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. കാരണം അള്ളാഹുവിൻ്റേതാണ് ഇതെല്ലാം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ അള്ളാഹുവിൻ്റെ, നമ്മളും അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹുവാണ് നമ്മളൊക്കെ സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് പ്രതിഫലം നൽകാൻ അള്ളാഹുവിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. അതാണ് ലി യജ്സിയൽ ലദീന അസാഉ ബിമാ അമിലു. തിന്മ ചെയ്തവർക്ക് അവർ പ്രവർത്തിച്ചതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകുവാനും, വ യജ്സിയൽ ലദീന അഹ്സനു ബിൽ ഹുസ്ന. നന്മ ചെയ്തവർക്ക് ഏറ്റവും നല്ലതിനെ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗലോകത്തെ ഏറ്റവും നല്ല സുഖങ്ങളെ, ആ സ്വർഗീയ അനുഗ്രഹങ്ങളെ അവർക്ക് പ്രതിഫലം നൽകുവാനും. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുണ്ടാക്കിയ ഒരു ലോകത്തിലല്ല. നമ്മളുണ്ടാക്കിയ അനുഗ്രഹങ്ങളല്ല നമ്മളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാം, നമുക്കിവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാം അള്ളാഹു നൽകിയതാണ്. നമ്മളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന് പൂർണ്ണമായ അധികാരവും അവകാശവുമുണ്ട് നമ്മൾ ചെയ്ത നന്മക്കനുസരിച്ച് കൂലി നൽകുവാനും നമ്മൾ ചെയ്ത തിന്മക്കനുസരിച്ച് ശിക്ഷ നൽകുവാനും. അതുകൊണ്ട് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാണ്. മാത്രമല്ല ഇവിടെ ജീവിക്കുന്ന ഏതൊരാൾക്കും അവർ ചെയ്യുന്നതിനനുസരിച്ചുള്ള കൂലി നൽകാൻ അള്ളാഹുവിന് അവകാശവും അധികാരവുമുണ്ട്. തിന്മ ചെയ്യുന്നവർക്ക് ആ തിന്മക്കനുസരിച്ച്, അവർ ചെയ്യുന്ന പ്രവർത്തനത്തിനനുസരിച്ച് അവിടെ അള്ളാഹു ശിക്ഷ നൽകും. അതേസമയം നന്മ ചെയ്യുന്നവർക്ക്, നോക്കൂ നിങ്ങൾ, അവിടെ ഒരു പദപ്രയോഗം അതിമനോഹരമാണ്. തിന്മ ചെയ്തവർക്ക് ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതിനനുസരിച്ചുള്ള ശിക്ഷ നൽകുമെന്ന് പറഞ്ഞിട്ട് വ യജ്സിയൽ ലദീന അഹ്സനു, നന്മ ചെയ്തവർക്ക് അവർ പ്രവർത്തിച്ചതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകുന്നല്ല പറഞ്ഞത്. അവിടെ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിന്. അപ്പോൾ നന്മ ചെയ്ത ആളുകൾക്ക് ആ ചെയ്തതിനനുസരിച്ചൊന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ കിട്ടും, ഇരട്ടിയായി പ്രതിഫലം ലഭിക്കും. എന്നാൽ തിന്മ ചെയ്തവർക്ക് ആ തിന്മക്കനുസരിച്ചുള്ള ശിക്ഷയാണ് നൽകുക. ഇനി നമുക്ക് ഈ ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. ഫഅരിദ് അമ്മൻ, അവിടെ മീമിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. ആ സുക്കൂനുള്ള നൂനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ അൻ മൻ എന്നുള്ളത് ഷദ്ദുള്ള മീമായിട്ട് പറഞ്ഞാൽ മതി. ആ നൂനിനെ പറയാതെ, തുടക്കത്തിൽ അൻ എന്നുള്ളതിലെ നൂനിനെ പറയാതെ മീം ഷദ്ദുള്ള മീമാണെന്ന് വിചാരിച്ച് മണിക്കലോടുകൂടി പാരായണം ചെയ്യുക. അമ്മൻ, മൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂനാണ്, ശേഷം താ ആണ്. തവല്ല എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ താഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം, അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കണം. അപ്പോൾ നൂനിനെ വെളിവാക്കാതെ മാ തവല്ല, മൻ എന്ന് പറയില്ല, മാ തവല്ല.
ദിക്രിൻ അവിടെയും അങ്ങനെ തന്നെ. ദാലിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ അൻ എന്ന് പറയില്ല, ദിക്രിന. വലം യുരിദ്, ദാലിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം. ദാലിന് സുക്കൂന് വരുമ്പോൾ അതിനെ ആ പറയുന്നത് പുറത്തേക്ക് കേൾക്കണം, ദ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. യുരിദ് 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 എന്ന് പറഞ്ഞാൽ പോരാ, യുരിദ്. ഇല്ലൽ ഹയാത്ത ദുനിയ, അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ദുനിയ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ എങ്ങനെയാണ് നിയമങ്ങൾ പഠിച്ചത്, തജ്വീദിൻ്റെ നിയമങ്ങൾ? യാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ യായിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. ഇതാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത്. ഇദ്ഗാം ബിഗുന്ന എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇവിടെ അതല്ല. ഒരു പദത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ, ഇപ്പോൾ ദുനിയ എന്നുള്ളത് ഒരു ഒറ്റ പദമാണ്, ആ പദത്തിൻ്റെ ഉള്ളിലാണ് സുക്കൂനുള്ള നൂനും യാവും ഒരുമിച്ച് വന്നത്. അങ്ങനെ ഒരു പദത്തിൻ്റെ ഉള്ളിലായിട്ട് വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആ സുക്കൂണിലെ നൂനിനെ ഇത്തരം സന്ദർഭങ്ങളിൽ, യാഇൻ്റെ മുമ്പ് വരുന്ന സന്ദർഭങ്ങളിൽ ആ രൂപത്തിൽ ലയിപ്പിച്ച് മണിക്കല്ല വേണ്ടത്, വെളിവാക്കി ഇൽഹാറോട് കൂടി പറയാൻ വേണ്ടത്. അപ്പോൾ ദുൻയ ദുൻയ അല്ലാതെ ദുൻയ അങ്ങനെയല്ല. ദുൻയ അൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം, വെളിവാക്കിയിട്ടാണ് പറയേണ്ടത്. ഈ നിയമം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് സാധാരണ നമ്മൾ പഠിച്ച ആ ഒരു നിയമത്തിൽ നിന്ന് ഒരു ഒഴികഴിവാണിത്. ദാലിക മബ്ലഗുഹും, ബാഇന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, വെളിവാക്കി പറയണം. കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂന് വരുമ്പോൾ എവിടെയും അതിനെ വെളിവാക്കി പറയണം. വെളിവാക്കി പറയുന്നത് കുറച്ച് കട്ടിയിൽ പറയാം. മബ്ലഗുഹും, മബ്ലഗുഹും എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള മീമാണ്, ശേഷം ഹർക്കത്തുള്ള മീം. ഹർക്കത്തുള്ള മീമിൻ്റെ മുമ്പ് സുക്കൂനുള്ള മീം വന്നാൽ രണ്ടിനെയും കൂടെ ചേർത്ത് ഷദ്ദുള്ള ഒരു മീമായിട്ട് മണിക്കലോടുകൂടി പറഞ്ഞാൽ മതി. അപ്പോൾ മബ്ലഗുഹും മിനൽ ഇൽമ്, അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താം, നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ ഇൽമ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ മിനൽ ഇൽമി എന്നുള്ള രൂപത്തിൽ അവിടെ എഴുതിയ പോലെ തന്നെ പാരായണം ചെയ്താൽ മതി. ഇന്ന നൂനിൻ്റെ ശബ്ദ മണിക്കുക. റബ്ബക ഹുവ അഅലമു ബിമാ ദല്ല, ദ്വാദിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു, ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ ബിമാ ദല്ല, ബിമൻ എന്ന് പറയില്ല, ബിമാ ദല്ല. സബീലി അവിടെ അങ്ങനെ തന്നെ. സീനിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്ന് ഇഖ്ഫാ ചെയ്യുക. സബീലിഹി, സബീലിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു ഹ ഉലമീർ ഉണ്ട്. ഹ ഉലമീർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് ഉണ്ടോ നോക്കണം. രണ്ട് ഭാഗത്തും ഹർക്കത്ത് ഉണ്ടെങ്കിൽ ആ ഹ ഉലമീറിനെ ഒരു 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടണം. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്തെങ്കിലും ഹർക്കത്ത് ഇല്ലാതെ വന്നാൽ പിന്നെ അതിനെ നീട്ടാനും പാടില്ല. ഈ നീട്ടണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാൻ വളരെ എളുപ്പമാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. നീട്ടലുണ്ടെങ്കിൽ ആ നീട്ടാനുള്ളൊരു അടയാളം അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ നോക്കൂ, സബീലിഹി എന്നുള്ളിടത്ത് ആ ഹ ഉലമീർ കഴിഞ്ഞിട്ടൊരു യാഇൻ്റെ കഷ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അതിന് 2 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭം എപ്പോഴാണ് കിട്ടുക? അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് വരുമ്പോൾ. ഇപ്പോൾ ഈ ഹ ഉലമീറിൻ്റെ മുമ്പ് ലാമിന് കസർ, അവിടെ ഹർക്കത്തുണ്ട്. ശേഷം ഏതാണ്? വാവിന് ഫത്ത്, അവിടെയും ഹർക്കത്തുണ്ട്. അപ്പോൾ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ഇതിനെ നീട്ടണം. ആ നീട്ടലിനെ സൂചിപ്പിക്കാനാണ് ഹി എന്നൊക്കെ ആകുമ്പോൾ, കസറാകുമ്പോഴാണ് യാഇൻ്റെ കഷ്ണം കൊടുക്കുക. ഹു എന്ന രൂപത്തിൽ വരുമ്പോൾ വാവാണ് കൊടുക്കുക നീട്ടാൻ വേണ്ടിയിട്ട്. ഇനി ചില സന്ദർഭങ്ങളിൽ ഈ ഹ ഉലമീർ കഴിഞ്ഞിട്ട് ഹംസ വരും. അങ്ങനെയാണെങ്കിൽ 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം വരെ നീട്ടാം. അത്തരം സന്ദർഭങ്ങളിൽ ഈ കാണിച്ച ഇപ്പോൾ അവിടെ കൊടുത്ത ഈ അടയാളത്തിന് പുറമേ യാഇൻ്റെ കഷ്ണം കൊടുക്കും. ഹു എന്നാണെങ്കിൽ വാവ് കൊടുക്കും എന്ന് പറഞ്ഞല്ലോ. അതിന് പുറമേ മുകൾ ഭാഗത്ത് ആ മദ്ദിൻ്റെ അടയാളം കൂടെ ഉണ്ടാവും അത്തരം സന്ദർഭങ്ങളിൽ. ഇപ്പോൾ ഇവിടെ ഇതിനെ മദ്ദു സിലത്തു സുഗ്റ എന്നാണ് പറയുക. ആ ഒരു ഹ ഉലമീർ കഴിഞ്ഞിട്ട് ഹംസ വരുന്ന സന്ദർഭങ്ങളാണെങ്കിൽ അതിനെ മദ്ദു സിലത്തുൽ കുബ്ര എന്നാണ് പറയുക, അല്ലെങ്കിൽ മദ്ദു സിലത്തു തവീല എന്നൊക്കെ പറയും. വഹുവ അഅലമു ബിമൻ ഇഹ്തദാ വലില്ലാഹി മാഫിസ് സമാവാത്തി. വലില്ലാഹി, അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ കസറുള്ളൊരു അക്ഷരം വന്നാൽ ലാ എന്നുള്ള ഉച്ചാരണം, ലാ എന്നുള്ള ഉച്ചാരണമല്ല, ലാ എന്നുള്ള. അപ്പോൾ വലില്ലാഹി എന്ന് പറയില്ല, വലില്ലാഹി. മാഫിസ് സമാവാത്തി വമാഫിൽ അർദി ലി യജ്സിയ, ജീമിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. 5 അക്ഷരങ്ങളാണ് ഈ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നമ്മൾ ഇന്ന് പഠിച്ച ഈ ക്ലാസ്സിൽ തന്നെ അതിൽ 3 വന്നു. തുടക്കത്തിൽ ഒരു ദാലിന് സുക്കൂന് വന്നു, പിന്നെ ബാഇന് സുക്കൂന് വന്നു, ഇപ്പോൾ ഇവിടെ ജീമിന് സുക്കൂന് വന്നു. ഖുതുബുജദ് എന്ന് ഓർത്താൽ മതി. ഖാഫ്, ത്വാ, ബാ, ജീമ്, ദാല്. ഈ 5 അക്ഷരങ്ങളിൽ 3 ഇപ്പോൾ ഇവിടെ വന്നു. ഇനി 2 കൂടെ ഉള്ളൂ. അപ്പോൾ ഈ അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനെ എടുത്ത് പറയണം, വെളിവാക്കി പറയണം. അതുകൊണ്ടാണ് ജ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അപ്പോൾ ലി യജ്സിയല്ലസീന അസാഉ, അവിടെ അസാഉ എന്നുള്ളിടത്ത് സാ എന്നുള്ളൊരു നീട്ടൽ, പിന്നെ അവിടെ ഹംസയാണത്. വാവിൻ്റെ മുകളിലിട്ടാലും അലിഫിൻ്റെ മുകളിലിട്ടാലും യാഇൻ്റെ മുകളിലൊക്കെ അങ്ങനെ ഒരു ഹംസ ഇടാം. അപ്പോൾ ഇവിടെ വാവിൻ്റെ മുകളിലിട്ടു എന്നേ ഉള്ളൂ. എന്തായാലും സാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു. മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു എന്നർത്ഥം. ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. അസാ എന്നുള്ള ഒറ്റ പദമാണ്. അപ്പോൾ ഒരേ പദത്തിൻ്റെ ഉള്ളിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നാൽ നിർബന്ധമായും 4-5 ഹർക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതിനെ മദ് മുത്തസിൽ എന്നാണ് പറയാം.
ഇനി ചില സന്ദർഭങ്ങളിൽ മദ്ദും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലായിരിക്കും. അങ്ങനെയാകുമ്പോൾ അത് മദ് മുൻഫസിലാണ്. അവിടെ നിർബന്ധമല്ല 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട്. ഇപ്പോൾ ഇവിടെ നിർബന്ധമാണ്, കാരണം ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ്. അസാ ഉ ബിമ അമിലു വയജിസിയ, ജീമിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരം എടുത്തു പറയണം. വയജിസിയ ലസീന അഹ്സനു ബിൽ ഹുസ്ന. ഇനി നമുക്ക് ഈ ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫഅരിദ് അമ്മൻ തവല്ല അൻ സിക്രിനാ വലം യുരിദ് ഇല്ലൽ ഹയാത്തദ് ദുനിയാ ദാലിക മബ്ലഗുഹും മിനൽ ഇൽം ഇന്ന റബ്ബക ഹുവ അഅലമു ബിമാ ضل അൻ സബീലിഹി വഹുവ അഅലമു ബിമൻ ഇഹ്തദാ വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ലിയജ്സിയൽ ലസീന അസാഉ ബിമാ അമിലു വയജ്സിയൽ ലസീന അഹ്സനു ബിൽ ഹുസ്ന. ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഫഅരിദ്, അരിദ് എന്നുള്ളത് കൽപ്പനക്രിയയാണ്. ഒരാളോട് നമ്മൾ കൽപ്പിക്കുക, ഓർഡർ കൊടുക്കുക, നീ അങ്ങനെ ചെയ്യ് എന്ന് പറയുന്ന കൽപ്പനക്രിയയാണ് അരിദ് എന്നുള്ളത്. അൻ മൻ തവല്ല അൻ ദിക്രിന, അൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. സാധാരണ കസ്റുണ്ടോ കസ്ർ തൻവീനുണ്ടോ. ഈ ദിക്ർ എന്നുള്ള പദത്തിന് മുമ്പിൽ അൻ വരുമ്പോൾ അൻ ദിക്കിരി എന്നാണ് പറയുക. അതുകൊണ്ടാണ് ദിക്കിരി എന്ന് എഴുതിയത്, ആ അന്ന് വന്നതുകൊണ്ടാണ്. വലം യുരിദ്, അവിടെ അറാദ യുരീദു, യുരീദു എന്നുള്ള മുളാരിയായിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ലം വന്നു. മുളാരിയായിട്ടുള്ള ക്രിയ എന്ന് പറഞ്ഞാൽ വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവികാലക്രിയ. മാലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്, ഭൂതകാലക്രിയ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ്, അതിനാണ് മാലി എന്ന് പറയുക അറബിയിൽ. ഇവിടെ യുരീദു എന്നുള്ള മുളാരിയായിട്ടുള്ള ക്രിയ, മുളാരി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോണത്, വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവികാലക്രിയ. അങ്ങനെയുള്ള യുരീദു എന്നുള്ള ആ ഒരു ക്രിയയുടെ മുമ്പിൽ ലം വന്നു. ഒരു മുളാരി ആയിട്ടുള്ള ക്രിയയുടെ മുമ്പിൽ ലം വന്നാൽ ആ മുളാരി ആയിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടുമെന്നാണ് പറയാം. ജസ്മ് സാധാരണഗതിയിൽ അവസാനത്തിൽ, ആ മുളാരി ആയിട്ടുള്ള ക്രിയയുടെ അവസാനത്തിൽ ഒരു സുക്കൂൻ ഇട്ടാണ് സാധാരണഗതിയിൽ സൂചിപ്പിക്കുക. എപ്പോഴും അങ്ങനെയല്ല. ഇപ്പോൾ യക്തുബു, യക്തുബു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലം എഴുതി കഴിഞ്ഞാൽ ലം യക്തുബ് എന്നാണ് ആവുക. ഇവിടെ യുരീദു എന്നുള്ളതിന് മുമ്പിൽ ലം വരുമ്പോൾ അതിന് ജസ്മ് കിട്ടണം. യുരീദു എന്നുള്ളതിന് ജസ്മ് കിട്ടണം. എങ്ങനെ കൊടുക്കുക? അവസാനത്തിൽ സുക്കൂൻ ഇടുക. അപ്പോൾ യുരീദ് എന്നാവും. പക്ഷേ അങ്ങനെ എഴുതുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. യുരീദ് എന്നെഴുതുമ്പോൾ അവസാനത്തിൽ സുക്കൂന് വന്നു ദാലിന്, അതിന് തൊട്ട് മുമ്പോ യുരീ എന്നുള്ള ആ ഒരു നീട്ടലാണ്. നീട്ടലിന് സുക്കൂനായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ അവിടെ 2 സുക്കൂനുകൾ അടുത്തടുത്ത് ഒന്നു പറയേണ്ടി വരും. യുരീ എന്നുള്ള ആ നീട്ടൽ അതൊരു സുക്കൂനാണ്, പിന്നെ ദ് എന്നുള്ള അതും സുക്കൂന്, 2 സുക്കൂനുകൾ അടുത്തടുത്ത് വന്നു. അത് വരാൻ പാടില്ല, അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ ആ ആദ്യത്തെ ആ ഒരു നീട്ടലിനെ ഒഴിവാക്കും, യുരിദ് എന്നാക്കും. അങ്ങനെയാണ് യുരീദ് എന്നുള്ളത് യുരിദ് എന്നായത്. ഇല്ലൽ ഹയാത്തദ് ദുനിയ, അൽ ഹയാത്തദ് ദുനിയ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഹയാത്ത് എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് അദ്ദുനിയ എന്നുള്ളത്. ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ അൽ ഹയാത്ത് എന്നുള്ളതിൻ്റെ വിശേഷണമാണ് അദ്ദുനിയ എന്നുള്ളത്. ദാലിക മബ്ലഗുഹും മിനൽ ഇൽം, മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് മിനൽ ഇൽമി എന്ന അവസാനത്തിൽ കസ്റിട്ട് എഴുതിയത്. ഇന്ന റബ്ബക്ക, ഇന്ന എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഒരു ഇസ്മു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെ ഇന്നയുടെ ഇസ്മായിട്ട് പറയും. അപ്പോൾ ഇവിടെ ഇന്നയ്ക്ക് ശേഷം റബ്ബ് എന്നുള്ളൊരു ഇസ്മു വന്നു. ആ ഇസ്മിനെ ഇന്നയുടെ ഇസ്മു എന്നുള്ള രൂപത്തിലാണ് പറയുക. ആ ഇന്നയുടെ ഇസ്മിന് എപ്പോഴും നെസ്ബ് കൊടുക്കണം. ഇന്ന റബ്ബ എന്നേ പറയുള്ളൂ, ഇന്ന റബ്ബു എന്ന് പറയില്ല. നമുക്കേറെ പരിചയമുള്ളൊരു പദപ്രയോഗം ഉണ്ടല്ലോ, ഇന്നല്ലാഹ ഗഫൂർ റഹീം, ഇന്നല്ലാഹ എന്നേ പറയുള്ളൂ, ഇന്നല്ലാഹു എന്ന് പറയില്ല. അതേസമയത്ത് കാന വന്നു കഴിഞ്ഞാൽ നിയമം നേരെ തിരിച്ചാണ്. കാനയ്ക്ക് ശേഷം വരുന്ന ഇസ്മിന് എപ്പോഴും റഫ് ആണ് കിട്ടുക. കാന മുഹമ്മദുൻ എന്നാ പറയുക, കാന മുഹമ്മദൻ എന്ന് പറയില്ല. അപ്പോൾ ഇന്ന മുഹമ്മദൻ എന്നാ പറയുക, ഇന്ന മുഹമ്മദുൻ എന്ന് പറയില്ല. അപ്പോൾ ഇന്നയും കാനയും വരുമ്പോൾ നിയമങ്ങൾ നേരെ തിരിച്ചാണ് വരിക. ഒന്നിൻ്റെ നേരെ വിപരീത രൂപത്തിലാണ് മറ്റേത് വരിക. അപ്പോൾ ഇന്ന റബ്ബ, ആ റബ്ബ എന്ന് വരാൻ കാരണം ഇന്ന വന്നതുകൊണ്ടാണ്. ഇന്നയുടെ ഇസ്മാണ് റബ്ബ് എന്നുള്ള പദം, അതുകൊണ്ട് റബ്ബ് എന്നുള്ള പദത്തിന് നെസ്ബ് കിട്ടി. അതാണ് റബ്ബ എന്ന് എഴുതാനുള്ള കാരണം. ഇന്ന റബ്ബക്ക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി, അൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. സാധാരണ കസ്ർ കൊണ്ടോ കസ്ർ തെൻവീന് കൊണ്ടോ, അതുകൊണ്ടാണ് സെബീലി എന്നെഴുതിയത്, അൻ വന്നതുകൊണ്ടാണ്. സെബീലി എന്ന് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹാ ഉലമീർ ചേർക്കുമ്പോൾ ഹി എന്നേ ചേരുള്ളൂ, സെബീലി ഹു എന്ന് ചേരൂല. അവിടെ ഹു എന്നോ ഹി എന്നോ ഇതിലേതെങ്കിലും ഒന്നാണ് ചേർക്കേണ്ടത്. പക്ഷേ സെബീലി അതിൻ്റെ അവസാനത്തിൽ കസ്റായതുകൊണ്ട് പിന്നെ ഹി എന്നേ ചേർക്കാൻ പറ്റുള്ളൂ, ഹു എന്ന് ചേർക്കാൻ പറ്റില്ല. ആ സമയത്ത് സെബീലു എന്ന് വന്നിരുന്നുവെങ്കിൽ സെബീലു ഹു എന്നാണ് പറയാം. അവിടെ സെബീലു ഹി എന്ന് പറയില്ല. അപ്പോൾ ഇവിടെ സെബീലി ഹി. വഹുവ അഅലമു ബിമൻ ഇഹ്തദാ,
വലില്ലാഹി അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ലീ വന്നു. ലീ എന്നുള്ളത് ഹർഫ് ജറാണ്. ലീ എന്നുള്ള ഹർഫ് ജർ വന്നാൽ അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. സാധാരണ അതിൻ്റെ അവസാനത്തിൽ കൊണ്ടുപോയി ഒരു കസറിടും അല്ലെങ്കിൽ കസർ തൻവീനിടും. അപ്പോൾ ഇവിടെ അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ ലീ വന്നപ്പോൾ ലില്ലാഹി അവസാനത്തിൽ ഹി ആ ഒരു കസർ കിട്ടാനുള്ള കാരണം തുടക്കത്തിലുള്ള ലീ വന്നതുകൊണ്ടാണ്. മാഫിസ് സമാവാത്തി ഫി എന്നുള്ളത് ഹർഫ് ജറാണ്. ഫീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അപ്പോൾ ഫിസ് സമാവാത്തി ആ സമാവാത്ത് എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സമാവാത്തി അവസാനത്തിൽ കസറിട്ടു. ഈ ഫി എന്നുള്ളത് ഹർഫ് ജർ ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഈ അലിഫ് താ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ബഹുവചന പദങ്ങൾക്ക്, ഇസ്മുകൾക്ക്, നാമങ്ങൾക്ക് അവയുടെ അവസാനത്തിൽ കസറുണ്ടെങ്കിൽ അത് നമുക്ക് ജറിൻ്റെതാണോ അല്ലെങ്കിൽ നെസ്ബിൻ്റെതാണോ? നെസ്ബാണെങ്കിലും കസർ കൊണ്ടാണ് സൂചിപ്പിക്കുക, ജറാണെങ്കിലും കസർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അല്ലാതെ അതിന് ഫത്തഹ് ചേരില്ല. സമാവാത്ത എന്നൊരു പദപ്രയോഗമല്ല. അങ്ങനെ സമാവാത്ത എന്ന് എഴുതേണ്ട സമയത്തും കസറായിട്ട് കൊടുക്കുക, സമാവാത്തി എന്ന് എഴുതേണ്ട സമയത്തും കസറായിട്ട് കൊടുക്കുക. അത് നമ്മൾ ആ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കുക ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫീ വന്നതുകൊണ്ട് നമുക്ക് ഉറപ്പാണല്ലോ ഫീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടണം. അപ്പോൾ ആ ഫീ കൊണ്ട് കിട്ടിയ കസറാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി വമാഫിൽ അറുദ്, അവിടെ അറുദിൻ്റെ മുമ്പ് ഫീ വന്നു, അതുകൊണ്ടാണ് അറുദ് അവസാനത്തിൽ കസറിട്ട് എഴുതിയത്. ലി യജ്സിയ, അവിടെ ജസാ യജ്സി, യജ്സി എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ വന്നു. ശരിക്കും ലീ വന്നു എന്ന് പറയുമ്പോൾ ലി അൻ വന്നു എന്ന് മനസ്സിലാക്കണം. ഈ അന്നിന് ഒരു പ്രത്യേകത ഉണ്ട്. അന്നിന് ശേഷം വരുന്ന മുളാരിയായിട്ടുള്ള ക്രിയകൾക്ക് നെസ്ബ് കിട്ടും. അപ്പോൾ ഇവിടെ അൻ യജ്സി എന്ന് പറയില്ല, അൻ യജ്സിയ എന്നാണ് പറയാം. അപ്പോൾ യക്തുബു എന്നുള്ളതിന് മുമ്പിൽ അൻ വന്നാൽ അൻ യക്തുബ എന്നാണ് വരിക. അപ്പോൾ ഇവിടെ ശരിക്കും ലി അൻ എന്ന് വന്നു, ആ ലി അൻ യജ്സിയ എന്ന് അങ്ങനെയാണ് വന്നത്. അതിൽ അൻ മറിഞ്ഞിരിക്കുകയാണ്. അൻ അവിടെ നോക്കിയാൽ കാണൂല, പക്ഷേ അവിടെ അന്നുണ്ട് എന്ന് വിചാരിക്കണം. അപ്പോൾ ലി യജ്സിയ എന്ന് എങ്ങനെ കിട്ടി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ലീക്ക് ശേഷം ഒരു അന്നുണ്ട്. ആ അന്ന് വന്നതുകൊണ്ട് യജ്സി എന്നുള്ളത് യജ്സിയ എന്നായി. ലി അൻ യജ്സിയ എന്ന രൂപത്തിലാണത്. അവിടെ അന്ന് മറിഞ്ഞിരിക്കാതുകൊണ്ട് ലി യജ്സിയ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ലി യജ്സിയ ലസീന അസാ ഉ ബിമാ അമിലു വ യജ്സിയ ലസീന, അവിടെ വ യജ്സിയ എന്നേ ഉള്ളൂ. അവിടെ എങ്ങനെയാണ് നമ്മൾ ഗ്രാമർ മനസ്സിലാക്കുക? അവിടെ ആ വാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടക്കത്തിലുള്ള ലീ എന്നുള്ളത് അങ്ങോട്ടും ചേർക്കണമെന്നാണ്. അപ്പോൾ ശരിക്കും അവിടെ വലി യജ്സിയ എന്നാണ്. ആ ലീ അവിടെ ഒഴിവാക്കി. കാരണം തുടക്കത്തിലൊരു ലീ ഉണ്ട്, പിന്നെ അത്തുഫ് വെച്ചിട്ട് അതിനെ മഅത്തൂഫാക്കിയിട്ട് അതിനെ ചേർത്ത് പറയുമ്പോൾ വീണ്ടും ലീ ആവർത്തിക്കണം നിർബന്ധമല്ല. ആ ലീ ഇല്ലാതെ പറയാം. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം അവിടെ അർത്ഥം പറയുമ്പോൾ വലി യജ്സിയ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് അവിടെയും കൊടുക്കേണ്ടത്. അല്ലസീന അഹ്സനു ബിൽ ഹുസ്ന, ബി എന്നുള്ളത് ഹർഫ് ജറാണ്. ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. സാധാരണ കസർ കൊണ്ടോ കസർ തൻവീനുണ്ടോ. പക്ഷേ അൽ ഹുസ്ന എന്ന പദം എഴുതുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഒരു ഇല്ലത്തിൻ്റെ അക്ഷരം, രോഗമുള്ള അക്ഷരം എന്നൊക്കെ പറയും, ബലമില്ലാത്ത അക്ഷരം എന്നൊക്കെ പറയും. ആ അക്ഷരത്തിന് അങ്ങനെ പറയാൻ കാരണം അതിൻ്റെ മേലെ ഹർക്കത്തൊന്നും ചേരൂല. അപ്പോൾ ഹുസ്ന എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നോക്കൂ, ഉച്ചരിക്കാത്തൊരു യാ ഇല്ലേ, അത് ഇല്ലത്തിൻ്റെ അക്ഷരമാണ്, രോഗമുള്ള അക്ഷരമാണ്. അതിൻ്റെ മേലെ ഫത്ത് കസർ ലമ്മൊന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ആ ബി വന്നു കഴിഞ്ഞാൽ അതിന് ജറ് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അതല്ലാതെ അവിടെ ജറായിട്ട് കസറോ കസർ തൻവീനോ കാണിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ വരുന്ന തരത്തിലുള്ള ഇത്തരം പദങ്ങളുടെ മുമ്പിൽ ബി വന്നു കഴിഞ്ഞാൽ അവിടെ മാറ്റങ്ങളൊന്നും നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണില്ല. പക്ഷേ ഹുസ്ന എന്നുള്ള പദത്തിന് ജറ് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.